Hi dears, welcome back to my channel. ഞാൻ ഇന്നൊരു മാമ്പഴം കൊണ്ടുള്ള ഈസി ഹൽവ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും തന്നിട്ടുള്ള സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ളൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാമ്പഴ ഹൽവ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള 2 മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ. അധികം നാരൊന്നുമില്ലാത്ത മാങ്ങയാണ് ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ള മാമ്പഴം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ള മാമ്പഴം നല്ല പോണക്ക് തന്നെ ഞാനിവിടെ പൾസാക്കി എടുത്തു കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് 1 കപ്പോളമുണ്ട്. ഇതിലൊട്ടും കട്ടയൊന്നും പാടില്ല കേട്ടോ. നല്ല പോണക്ക് തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഹൽവയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ എടുക്കുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. ഒരു 1/4 കപ്പോളം കോൺഫ്ലവർ പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി 1 കപ്പ് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലപോണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവർ പൊടി ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി മാറ്റി വെക്കണം. ഹൽവ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒരു പാൻ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാമ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. മാമ്പഴവും നെയ്യും നല്ലപോണക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയെടുക്കാം. മാമ്പഴവും നെയ്യൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ പൊടി നല്ലപോണക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഈ കോൺഫ്ലവർ പൊടിയിലേക്ക് മാമ്പഴത്തിൻ്റെ മിക്സ് നല്ലപോണക്ക് തന്നെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ടൈമിലെല്ലാം തീ നല്ലപോണക്ക് ലോ ഫ്ലെയിം ആയിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നു. നെയ്യ് ചേർക്കുന്നതിന് പകരം ഓയിലായാലും കുഴപ്പമില്ല. കോക്കനട്ട് ഓയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാരയും 2-3 ഏലക്ക കൂടി പൊടിച്ചതാണ്. പഞ്ചസാര പൊടിച്ച് ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അല്ലാതെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഹൽവയ്ക്ക് മാങ്ങയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഹൽവയുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് പാനിൽ നിന്ന് നല്ലപോണക്ക് തന്നെ വിട്ട് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നൊരു പരുവമാണ് കേട്ടോ. ഹൽവ തയ്യാറാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്ക് പാൻ കയ്യിലില്ല എന്നുള്ളവർ സാധാ നമ്മുടെ പാത്രത്തിൽ ചെയ്താലും ഒരു കുഴപ്പവുമില്ല. കോൺഫ്ലവറിന് പകരം നമുക്ക് മൈദപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അരിപ്പൊടിയും യൂസ് ചെയ്തിട്ട് ഹൽവ തയ്യാറാക്കാറുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നു.
അങ്ങനെ നമ്മുടെ ഹൽവ ഏതാണ്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ ഞാൻ കുറച്ച് കാഷ്നട്ടും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് നല്ലപോലെ സോഫ്റ്റായി പോകും. ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമൊക്കെ ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ടോട്ടൽ 5 സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൽവയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മിക്സിനെ ഒരു സ്പൂണ് കൊണ്ട് ഇതുപോണക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഈ സ്പൂണിൻ്റെ പുറകു സൈഡിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മിക്സ് ഒട്ടിപ്പിടിച്ച് പോകും. അങ്ങനെ നമ്മുടെ ഹൽവ എല്ലാം ഞാനിവിടെ സെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ ഹൽവയ്ക്കൊക്കെ വെളുത്ത എള്ളാണ് ഉപയോഗിക്കാറുള്ളത്, കറുത്ത എള്ളും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കറുത്ത എള്ളാണ് ഉള്ളത്, അതുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. എള്ള് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൽവ എല്ലാം ഇവിടെ നല്ല പോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ മാമ്പഴ ഹൽവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഹൽവ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓൺ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഫുള്ളൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ടാറ്റാ.